വെൽക്കം ടു ലാമീസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറി ആയിട്ടുള്ള മുതിരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് ഞാൻ മുതിര വറുത്ത് പൊടിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഞാൻ തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുതിര ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. പിന്നെ മുതിരയുടെ കളർ ഒരു ലൈറ്റ് കളറാണല്ലോ, അതൊന്ന് കുറച്ച് ഡാർക്ക് കളറാവും. പിന്നെ മുതിര ഒന്ന് ഉരുണ്ട് വരികയും ചെയ്യും കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഒരു മുറത്തിലിട്ടിട്ട് നമ്മൾ പാറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മുതിര ഒന്ന് വേവിച്ചെടുക്കാം. മുതിര നന്നായി കഴുകിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഈ കഴുകിയ മുതിര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വേണം കേട്ടോ. അപ്പോൾ അതാ മുതിരക്കട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്താൽ മതി. കുറച്ച് തരികളൊക്കെ ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് വറവിടാം. അതിനായിട്ട് ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ വറവിടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി എണ്ണ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല തിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുതിര വെച്ചിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.